കമ്പനിയുടെ യൂണിറ്റ് 19 ഓഡിറ്റ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ഓഡിറ്റ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യാറ്. എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും, അതേമാതിരി എന്തെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. എല്ലാ കൺസേൺസ് ചെറുതായാലും വലുതായാലും സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്, പാർട്ണർഷിപ്പാണ്, കമ്പനിയാണെങ്കിലും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഒരു ഓഡിറ്ററിനെ വെച്ച് ഓഡിറ്റ് ചെയ്യേണ്ടത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഫോർ ലിസ്റ്റഡ് കമ്പനീസ്, ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും, അതേമാതിരി അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനീസും പ്രൈവറ്റ് കമ്പനീസും കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അത് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാർക്കുമാണ് ഓഡിറ്റേഴ്സിനെ കമ്പൽസറി ആയിട്ടും ഓഡിറ്റ് ചെയ്യേണ്ട നിർബന്ധമുള്ളത്. ഓഡിറ്റ് ചെയ്യേണ്ടത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. കോസ്റ്റ് ഓഡിറ്റ് നടത്തേണ്ടത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ് ചെയ്യേണ്ടത്. ചില കമ്പനിക്ക്, അതായത് കുറച്ച് നിബന്ധനകൾ പറഞ്ഞിട്ടുള്ള കമ്പനികൾക്ക് നിർബന്ധമായിട്ടും ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം. ഇനി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഓഡിറ്റ്. ഫസ്റ്റ്, ഓഡിറ്റ് കമ്മിറ്റി. ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എവറി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി or such other class or classes of companies as may be prescribed shall constitute an audit committee. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി അതല്ലാതെ അതർ ക്ലാസ്സസ് ഓർ ക്ലാസ് ഓഫ് കമ്പനീസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഏതൊക്കെ കമ്പനീസിനാണ് ഓഡിറ്റ് കമ്മിറ്റി നിർബന്ധമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്പനീസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇറ്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് മിനിമം 3 ഡയറക്ടേഴ്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഫോമിങ് എ മെജോറിറ്റി. 3 ഡയറക്ടേഴ്സാണ് ഉണ്ടാവേണ്ടത്. അതിനകത്ത് മെജോറിറ്റി മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതിനകത്ത് മെജോറിറ്റി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ദി ചെയർമാൻ ആൻഡ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഷുഡ് ഹാവ് എബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാനും അത് മനസ്സിലാക്കാനും കഴിവുള്ള ആൾക്കാരായിരിക്കണം ആ കമ്മിറ്റിയുടെ ചെയർമാനും മെജോറിറ്റി ഓഫ് മെമ്പേഴ്സും. പിന്നെ ബാക്കി കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ദി റെക്കമെൻഡേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ, ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേറെ കുറച്ച് റെക്കമെൻഡേഷൻ കൊടുക്കും. ആരൊക്കെയാണ് ആ ഓഡിറ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് കമ്മിറ്റിയിൽ വരേണ്ടത് ആരൊക്കെയാണെന്നുള്ളതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് തീരുമാനിക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഓഡിറ്റേഴ്സ് കമ്മിറ്റീൻ്റെ ഇൻഡിപെൻഡൻസ്, പെർഫോമൻസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും എല്ലാം എക്സാമിൻ ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ്. അപ്രൂവൽ ഓഫ് എനി സബ്സിക്വൻറ്റ് മോഡിഫിക്കേഷൻ ട്രാൻസാക്ഷൻ ഓഫ് ദി കമ്പനി വിത്ത് റിലേറ്റഡ് പാർട്ടീസ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ അപ്രൂവലും മോഡിഫിക്കേഷനും എല്ലാം ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ്. ഓഡിറ്റ് കമ്മിറ്റിയാണ് ചെയ്യുക, പക്ഷേ അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടാവും. Then, provided that the audit committee may make omnibus approval for related party transaction proposed to be entered into by the company subject to such more conditions as may be prescribed. Omnibus approval എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ means a consolidated standing approval given by the committee in respect to transactions which are repetitive nature. പിന്നെ വരുന്ന repetitive നേച്ചറുള്ള തേർഡ് പാർട്ടി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ടൊരു അല്ലെങ്കിൽ സ്റ്റാൻഡിങ് അപ്രൂവൽ അവർ ഓഡിറ്റ് കമ്മിറ്റി താൻ എടുക്കുന്നതിനെയാണ് ഒമിനിബസ് അപ്രൂവൽ എന്ന് പറയുന്നത്. ലൈക്ക് ഒമിനിബസ് അപ്രൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് സ്റ്റാൻഡിങ് അപ്രൂവൽ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷന് ഒരു കൺസോളിഡേറ്റഡ് തീരുമാനം എടുക്കുന്നതിനെയാണ് ഒമിനിബസ് അപ്രൂവൽ എന്ന് പറയും. അപ്പോൾ തേർഡ് പാർട്ടി ട്രാൻസാക്ഷന് ഓഡിറ്റ് കമ്മിറ്റിക്ക് ഒമിനിബസ് അപ്രൂവലാണ് എടുക്കുക. ദെൻ വെർ ദി ഓഡിറ്റ് കമ്മിറ്റി ഡസ് നോട്ട് അപ്രൂവ് ദി ട്രാൻസാക്ഷൻ ഇറ്റ് ഷാൽ മേക്ക് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ടു ദി ബോർഡ്. ഇൻ കേസ് ഓഡിറ്റ് കമ്മിറ്റി അതിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷന് ബോർഡിൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ ബോർഡിന് കൊടുക്കാവുന്നതാണ്. അതായത് ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, അപ്പം അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ബോർഡിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ഇൻ കേസ് എനി ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് എൻ എമൗണ്ട് നോട്ട് എക്സീഡിംഗ് 1 crore rupees is entered into by a director or officer of the company without obtaining the approval of audit committee and is not ratified by the audit committee within 3 months from the date of the transaction, such transaction shall be voidable at the option of the committee, and if the transaction is with the related party or to any director or is authorized by any other director, the director concerned shall indemnify the company against any loss incurred by it. അതായത് 1 crore rupees കൂടുതലല്ലാത്തൊരു എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ വരികയാണ്. ഒരു ഡയറക്ടറും ഒരു കമ്പനിയും ഒരു ഡയറക്ടർ എൻ്റർ ചെയ്ത ട്രാൻസാക്ഷനാണത്. പക്ഷേ അതിൻ്റെ അപ്രൂവൽ ഓഡിറ്റ് കമ്മിറ്റി ചെയ്തിട്ടില്ല. ആ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം ഓഡിറ്റ് കമ്മിറ്റി അത് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, വിത്തിൻ 3 months അപ്രൂവൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വോയിഡബിളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ട് കമ്പനിക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ
അത് ഇൻഡെമിനിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഡയറക്ടറിൻ്റെതായിരിക്കും. Provided that this provision shall not apply to transaction between holding company and its wholly owned subsidiary company. ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി വോളി ഓൺഡ് സബ്സിഡറി ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻ ബാധകമല്ല. ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോർപ്പറേറ്റ് ലോണും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ക്രൂട്ടിനി നടത്തുന്നത്, അതേമാതിരി കമ്പനിയുടെ അസറ്റ്സിൻ്റെ വാല്യുവേഷനും അതിൻ്റെ അണ്ടർടേക്കിൻ്റെ വാല്യുവേഷനും എല്ലാം ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെഫറൻസ് അനുസരിച്ചിട്ടായിരിക്കണം. അതേമാതിരി ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം, കമ്പനിയുടെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നതും ഓഡിറ്റ് കമ്മിറ്റിയാണ്. പക്ഷേ അതിൻ്റെ റെഫറൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കും. ദെൻ മോണിറ്ററിംഗ് ദി എൻഡ് യൂസ് ഓഫ് ഫണ്ട്സ് ത്രൂ പബ്ലിക് ഇഷ്യൂസ് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ്, പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് പബ്ലിക് ഓഫർ നടത്തിയിട്ട് കിട്ടുന്ന ഫണ്ട്സിൻ്റെ അതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് കിട്ടുന്ന പൈസേൻ്റെ യൂസ് പ്രോപ്പറായിട്ടാണോ എന്നുള്ളത് നോക്കണം. The committee shall have to hear at their meetings the auditors and other managerial personnel. Vigil mechanism for directors and employees shall be established to report genuine concerns, and the committee shall make provision for adequate safeguard against victimization of person using the mechanism and provide direct access to chairperson to the audit committee. Section 177. ഇതിനകത്ത് നമ്മുടെ മറ്റേ വിസിൽ ബ്ലോവിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു യൂണിറ്റിൽ. അപ്പം അതുതന്നെയാണ് ഈ വിജിൽ മെക്കാനിസം എന്ന് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു ഡിഫോൾട്ടോ എന്തെങ്കിലും ഒരു കുഴപ്പമോ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും കുഴപ്പമോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവരെ സേഫ് ഗാർഡ് ചെയ്യാവുന്ന രീതിയിൽ വേണം കമ്പനിയുടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവേണ്ടത്. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും വിക്ടിമൈസേഷനും ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ചുമതല ഓഡിറ്റ് കമ്മിറ്റീൻ്റെതാണ്. അടുത്തത് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് മേ ബി കണ്ടക്റ്റഡ് ബൈ ദ എംപ്ലോയീസ് ഓഫ് ദി കമ്പനി ഓർ ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ എനി അതർ പ്രൊഫഷണൽ. കമ്പനിയുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പനിയുടെ ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ക്വാളിഫൈഡ് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിനോ അതല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ അവർക്കും ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. ദി സ്കോപ്പ്, പീരീഡ് ആൻഡ് ഫംഗ്ഷനിങ് ആൻഡ് മെത്തഡോളജി ഷാൽ ബി ഡിറ്റർമൈൻഡ് ഓഡിറ്റ് കമ്മിറ്റി. പക്ഷേ ഓഡിറ്റ് കമ്മിറ്റിയാണ് പറയുക ഈ അയാളുടെ ഒരു ഓഡിറ്റ് ചെയ്യുന്ന ആളുടെ സ്കോപ്പ് എത്രത്തോളം അവർക്ക് ചെയ്യാൻ കഴിയും, എന്തൊക്കെ പവേഴ്സാണ് അയാൾക്കുള്ളത്, എത്ര പീരീഡിലേക്കാണ്, അവരുടെ ഫംഗ്ഷനിങ് എന്തൊക്കെയാണ്, മെത്തഡോളജി എന്തൊക്കെയാണെന്നുള്ളത് ഓഡിറ്റ് കമ്മിറ്റിയാണ് ഡിസൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അപ്പോയിൻറ്റ് ആൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ബൈ ലിസ്റ്റഡ് or unlisted company having paid up share capital of rupees 50 crores or more. paid up share capital 50 crores or അതിൽ 50 crores അതിൽ കൂടുതലുള്ള ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി, അതേമാതിരി 200 crores rupeesൽ കൂടുതൽ 200 crore rupeesോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ള കമ്പനികൾ, അതുമാതിരി തന്നെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസും ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് പബ്ലിക് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഇതിൻ്റെ എല്ലാം കൂടെ കൂടുന്ന എമൗണ്ട് 100 crore അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് 55 crore അതിൽ കൂടുതലാണ് കഴിഞ്ഞ വർഷം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ കമ്പൽസറി ആയിട്ട് വേണം. അതേമാതിരി 200 crores അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ള എല്ലാ പ്രൈവറ്റ് കമ്പനികളും, അതേമാതിരി 100 crore rupeesോ അതിൽ കൂടുതലോ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസും ബോറോയിങ്സും പബ്ലിക് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോയിങ്സ് ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള എമൗണ്ട് 100 crore അതിൽ കൂടുതലോ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ പ്രൈവറ്റ് കമ്പനികൾക്കും ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ കമ്പൽസറി ആയിട്ട് വേണം. അടുത്തത് കോസ്റ്റ് ഓഡിറ്റ്. ദിസ് ഓഡിറ്റ് ഈസ് ഡൺ ഫോർ വേരിയിങ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ പ്രൊഡക്ഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ ഓൺ ദി ബേസ് ഓഫ് അക്കൗണ്ട്സ് as regards utilization materials or labor or other items of the cost maintained by the company. Only a cost accountant holding valid certificate of practice from Institute of Cost and Management Accounts of India can conduct such audit. The cost audit is conducted in addition to audit of financial statements. Cost audit usually manufacturing production കമ്പനിക്കാണ് കോസ്റ്റ് ഓഡിറ്റ് ബാധകമാവുന്നത്. അതിനകത്ത് കമ്പനിയുടെ മെറ്റീരിയൽസും ലേബറും എല്ലാം കോസ്റ്റ് ഐറ്റംസ് എല്ലാം പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് പ്രോപ്പറായിട്ടാണോ ബുക്സ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. കോസ്റ്റ് ഓഡിറ്റ് നടത്താനുള്ള ക്വാളിഫിക്കേഷൻ കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് മാത്രമേ ഉള്ളൂ. അതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പറായിട്ടുള്ള പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് മാത്രമേ കോസ്റ്റ് ഓഡിറ്റ് നടത്താനുള്ള അധികാരമുള്ളൂ. അതേമാതിരി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ അഡീഷണൽ ആയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് വരിക. കോസ്റ്റ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലാണ് കോസ്റ്റ് ഓഡിറ്റ് നടത്തുക. The cost auditor is subject to the same qualification and disqualification rights, duties and obligations as prescribed under Section 143 of the Act for the auditors appointed under Section 139. നമ്മളിനി താഴത്തിന് പഠിക്കും ഓഡിറ്ററിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അവർ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു സാധാരണ ഒരു ഓഡിറ്ററിൻ്റെ അതേ
ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു കോസ്റ്റ് ഓഡിറ്ററിന് ഉള്ളത്. ക്വാളിഫിക്കേഷൻ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഡിറ്റിംഗ് നടത്തുക. Then auditing standards, section 141 subsection A requires the auditor to comply with the auditing standards as laid down by the Institute of Chartered Accountants of India in consultation with the National Financial Reporting Authority. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റീൻ്റെ കൺസൾട്ടേഷൻ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കുറച്ച് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലൈ ചെയ്തിട്ട് വേണം ഓഡിറ്റിംഗ് നടത്താനായിട്ട്. അതാണ് ഇന്ത്യയിലുള്ള ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആർക്കൊക്കെയാണ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പ്രകാരം സർട്ടിഫൈഡ് വാലിഡ് സർട്ടിഫിക്കറ്റുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ മാത്രമേ ഒരു കമ്പനിയിലെ ഓഡിറ്ററായിട്ട് നിയമിക്കാൻ പറ്റുള്ളൂ. Where a company including limited liability partnership, only the partners who are chartered accountants shall be authorized to act or sign on behalf of the firm. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനിയുടെ ഫേമിൻ്റെ ബിഹാഫായിട്ട് സൈൻ ചെയ്യാനും ഓതറൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി ആർക്കൊക്കെ ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ, അതായത് ഓഡിറ്റർ ആകാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ്, എ ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് രജിസ്റ്റേർഡ് അണ്ടർ ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്. ഒരു ബോഡി കോർപ്പറേറ്റ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് വെച്ച് ബാക്കിയുള്ള എല്ലാ ബോഡി കോർപ്പറേറ്റുകളും ഓഡിറ്റർ ആകുമ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. രണ്ടാമത്, കമ്പനിയിൽ ഓൾറെഡി ഉള്ള ഒരു ഓഫീസറോ അല്ലെങ്കിൽ എംപ്ലോയിയോ ഓഡിറ്റർ ആവാൻ പാടില്ല. അതേമാതിരി കമ്പനിയിലെ ഒരു ഓൾറെഡി ഉള്ള എംപ്ലോയീൻ്റെ പാർട്ട്നേഴ്സോ അവരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സോ പേഴ്സൺ ഹൂ ഈസ് ഇൻ പാർട്ട്നേഴ്സ് ഹൂ ഈസ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി അതായത് ഓൾറെഡി കമ്പനിയിലുള്ള ഓഫീസറോ എംപ്ലോയി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആകാൻ പാടില്ല. അതേമാതിരി ദി പേഴ്സൺ ഹൂ ആർ ഹിസ് റിലേറ്റീവ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അതേമാതിരി കമ്പനിയിൽ ഹോൾ സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദി കമ്പനി ഓഫ് ഫേസ് വാല്യൂ നോട്ട് എക്സീഡിങ് 1000 rupees ഓർ സച്ച് സം ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതായത് 1000 rupees അതിൽ കൂടുതലോ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിൽ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ പാർട്ട്ണറോ റിലേറ്റീവോ ആകാൻ പാടില്ല ഓഡിറ്റർ. അങ്ങനെയുള്ള ആൾക്കാർ ഡിസ്ക്വാളിഫൈഡ് ആണ്. അതേമാതിരി കമ്പനിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേമാതിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും അതിൽ കൂടുതൽ ക്യാഷ് ഒരാൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളും ഡിസ്ക്വാളിഫൈഡ് ആണ്. അങ്ങനെയുള്ള ആൾ റിലേറ്റീവ് ആയാലും അങ്ങനെ റിലേറ്റീവ്സും ഓഡിറ്റർ ആവാനായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആണ്. അതേമാതിരി ഹാസ് ഗിവൺ എ ഗ്യാരണ്ടി ഓർ പ്രൊവൈഡ് ഇൻ സെക്യൂരിറ്റി ഇൻ കണക്ഷൻ വിത്ത് ദി ഡെപ്റ്റേഴ്സ് ഓഫ് എനി തേർഡ് പേഴ്സൺ. ഇപ്പോൾ വേറെ ആൾക്ക് ഒരു കമ്പനി ഇപ്പം പറയുകയാണ്, എന്ന് പറയുന്ന കമ്പനി ഞാനിപ്പോൾ ഒരു ഓഡിറ്ററാണെന്ന് വിചാരിക്കുക, എനിക്ക് ബി എന്ന് പറഞ്ഞ കമ്പനിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പം എ എന്ന് പറഞ്ഞ കമ്പനി എൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങളെ കമ്പനി ഓഡിറ്റ് ചെയ്യണം, നിങ്ങൾ ബി എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ കൊടുക്കാമെന്ന് എ കമ്പനി കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ളൊരു ഗ്യാരണ്ടീൻ്റെ പുറത്തും ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഓഡിറ്റിങ്ങും ഡിസ്ക്വാളിഫൈഡ് ആണ്. അടുത്തത് പേഴ്സൺ ഓർ എ ഫേം വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആസ് ബിസിനസ് റിലേഷൻഷിപ്പ്. ഒരു ഓഡിറ്റ് ഫേമോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും ഡിസ്ക്വാളിഫൈഡ് ആണ്. എ പേഴ്സൺ ഓഫ് റിലേറ്റീവ് ഈസ് എ ഡയറക്ടർ ഓർ ഈസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി ആസ് എ ഡയറക്ടർ ഓർ കീ മാനേജർ പേഴ്സൺ. കമ്പനിയുടെ ഡയറക്ടറോ എംപ്ലോയിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടറോ കീ മാനേജർ പേഴ്സണലോ ഇയാളുടെ റിലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഡിസ്ക്വാളിഫൈഡ് ആണ്. When a person who is in full-time employment elsewhere or a person or a partner of the firm holding appointment as its auditor. ഇത് പറയുന്നത് 20 at a time 20 കമ്പനിയിൽ കൂടുതൽ ഒരാൾ ഓഡിറ്ററായിട്ട് ഇരിക്കാൻ പാടില്ല. അതേമാതിരി ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഡിറ്ററായിട്ട് ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും വേറൊരു കമ്പനിയിൽ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ഉള്ള ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിലും അയാൾക്ക് വേറൊരു കമ്പനിയിൽ ഓഡിറ്റർ ആവാനായിട്ട് പറ്റില്ല. കൺവിക്റ്റഡ് ഇൻ എനി ഒഫൻസ് ഇൻവോൾവിങ് ഫ്രോഡ് പീരീഡ് ഓഫ് 10 years ഹാസ് നോട്ട് ബീൻ ഇലാപ്സ്. എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചിട്ട് അയാൾ പിടിക്കപ്പെട്ട് കൺവിക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓഡിറ്റേഴ്സ് ആവാൻ പറ്റില്ല. ഇങ്ങനെ കൺവിക്റ്റ് ചെയ്തതിന് 10 years കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ആവാം, അതിന് മുമ്പായിട്ട് ഓഡിറ്റർ ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. റെൻഡേഴ്സ് എനി സർവീസസ് പ്രൊവൈഡഡ് ടു ദി കമ്പനി ഓർ ഇറ്റ്സ് സബ്സിഡറി കമ്പനി. ഓഡിറ്റിംഗ് അല്ലാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ റെൻഡേഴ്സ് എനി സർവീസസ് പ്രൊഹിബിറ്റഡ് ടു ദി കമ്പനിക്കോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിക്കോ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആവാനായിട്ട് പറ്റില്ല. ദെൻ
ഡിസ്ക്വാളിഫിക്കേഷൻ ഡ്യൂ ടു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് ഓഡിറ്റേഴ്സ് നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനിക്കുക, അതായത് ട്രിബ്യൂണൽ സ്വന്തമായിട്ട് തീരുമാനിക്കുക ഇന്ന ഓഡിറ്റർ കള്ളത്തരം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതല്ലാതെ റിലേറ്റഡ് പാർട്ടീസ്, അതായത് ഈ ഓഡിറ്ററിൻ്റെ ഇത് കള്ളത്തരം മനസ്സിലാക്കിയിട്ട് കമ്പനിയുടെ മെമ്പേഴ്സിനോ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ഇയാൾക്കെതിരെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ അങ്ങനെ ആപ്ലിക്കേഷൻ കിട്ടി 15 ഡേയ്സിനുള്ളിൽ തന്നെ ട്രിബ്യൂണൽ ഓർഡർ കൊടുക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് വേറെ ഏതെങ്കിലും ഒരാളെ ഓഡിറ്ററായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട്. ട്രിബ്യൂണൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഓർഡർ കൊടുക്കും. ആൻഡ് ഓഡിറ്റർ അഗെയിൻസ്റ്റ് ഹൂം എ ഫൈനൽ ഓർഡർ ഹാസ് ബീൻ പാസ്ഡ്. അങ്ങനെ ഒരാളുടെ എതിരെ ഫ്രോഡിന് എതിരെ ഒരു ഫൈനൽ ഓർഡർ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് 5 ഇയേഴ്സിന് വേറൊരു കമ്പനിയിലും ഓഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഡ്യൂ ടു പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. ഒരു പ്രൊഫഷണൽ കണ്ടക്ട് എന്ന് പറയുമ്പോഴത്തേനും ഓരോ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം ആ പ്രോപ്പറായിട്ട് ആ എത്തിക്സിനകത്തും ആ സ്റ്റാൻഡേർഡ്സിനകത്തും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രൊഫഷനൊക്കെ അവരുടെ മെമ്പർഷിപ്പ് തന്നെ കട്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇൻ കേസ് ഓഫ് പ്രൊഫഷണൽ ഓർ അതർ മിസ്കണ്ടക്ട്, ദി നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഹാസ് ദി പവർ ടു ഡീബാർ ദി മെമ്പർ or the firm from being appointed as an auditor, internal auditor for undertaking any audit respect of financial statements or internal audit of functions or authorities of any company or body corporate or performing any valuation as provided under section 247. The debarment should be for a minimum period of 6 months but may extend up to 10 years. ചില സിറ്റുവേഷനിലാണ് മെമ്പറിൻ്റെ പേര് തന്നെ ലിസ്റ്റ് ചെയ്ത് ഒഴിവാക്കുന്നത്. അതായത് ഇപ്പം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു CA ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കും. അവർ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലാതെ മാറും. ചില സിറ്റുവേഷനിൽ ചെറിയ രീതിയിലൊക്കെ മിസ്കണ്ടക്റ്റ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ആ മെമ്പറിനെ ഡീബാർ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും മിനിമം 6 മന്ത്സിലോട്ടാണ് ഡീബാർ ചെയ്യുക. മാക്സിമം 10 ഇയേഴ്സ് വരെ ഡീബാർ ചെയ്യാനായിട്ട് പറ്റും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക്. ഇപ്പം ഈ CMA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ ലൈഫ് ടൈം ഡീബാർമെൻ്റ് ഒക്കെ കൊടുക്കും. അതായത് ലൈഫ് ടൈമിലേക്ക് അവർക്ക് പിന്നെ ഒരു CMA ആവാനായിട്ടൊന്നും കഴിയില്ല. അങ്ങനത്തെ ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സ്, ടെന്യൂർ ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് സീലിംഗ് ഓൺ ഓഡിറ്റ്. ഓഡിറ്ററിനെ ഫസ്റ്റ് ഓഡിറ്റർ സബ്സിക്വൻറ്റ് ഓഡിറ്ററിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവരെ എത്രത്തോളം കാലത്തേക്കാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. കമ്പനിയുടെ രജിസ്ട്രേഷന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റത്തെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിയുന്നത് വരെയാണ് ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാളെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന് വേണമെങ്കിലും ഫസ്റ്റ് ഓഡിറ്ററിനെ ഒരു എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് അങ്ങനെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. എവറി 6th മീറ്റിങ്ങിൽ ഓഡിറ്ററിനെ മാറ്റിയിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരു ഓഡിറ്ററിനെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 6th ആനുവൽ ജനറൽ മീറ്റിംഗ് ആകുമ്പോൾ ഒരു ഓഡിറ്ററിനെ മാറ്റണം. പിന്നെ 6th ആനുവൽ ജനറൽ മീറ്റിംഗിൽ നിന്ന് 12th ആനുവൽ ജനറൽ മീറ്റിംഗ് ആകുമ്പോഴത്തേനും ആ ഓഡിറ്ററിനെ മാറ്റിയിട്ട് അടുത്ത ഓഡിറ്ററിനെ ആക്കണം. എവറി 6th മീറ്റിംഗ്, അതായത് 6th ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് ഒരു ഓഡിറ്ററിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നിട്ടില്ല, അത് അഡ്ജേൺ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ അഡ്ജേൺ ചെയ്ത മീറ്റിംഗ് എന്നാണ് നടക്കുന്നത്, അതാണ് ആ ഓഡിറ്ററിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. The subsequent auditors are appointed by the members in annual general meeting by passing an ordinary resolution. The company has the right to remove the auditor before the tenure is over. Similarly, an auditor may resign from his office before his term is over, and he has to clearly state his reason for resignation. ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്ര പറഞ്ഞത്. ഇനി സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആനുവൽ ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സിന് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ്. ടേം ഓഫ് ഓഫീസ് കഴിയുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാം. അതേമാതിരി ഓഡിറ്ററിന് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റീസൺസ്, റെസിഗ്നേഷനുള്ള റീസൺസ് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർക്കും അവരെ പൊസിഷൻ റിസൈൻ ചെയ്യാവുന്നതാണ്. എ പേഴ്സൺ കനോട്ട് ബി ആൻ ഓഡിറ്റർ ഫോർ മോർ ദാൻ 20 കമ്പനീസ്. ഒരു സമയത്ത് 20 കമ്പനികളെക്കാട്ടി കൂടുതൽ കമ്പനീസിൽ ഒരാൾക്ക് ഓഡിറ്ററായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. Only public companies and private companies having paid up capital of rupees 100 crore or more are to be considered. ഈ 20 കമ്പനീസിൻ്റെ ഉള്ളിൽ 100 crore അതിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനി, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിനാണ് ഈ 20ൻ്റെ ഉള്ളിൽ കൂട്ടുന്നത്. 1% companies, small company, private companies,
ഈ 100 crore കുറവ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള പ്രൈവറ്റ് കമ്പനീസിനെ 1% കമ്പനീസിനെ സ്മോൾ കമ്പനീസിനെ ഈ 20 നമ്പർ കമ്പനീസിൻ്റെ ആ നമ്പറിനകത്ത് പെടുത്തുന്നില്ല. അടുത്തത് കാഷ്വൽ വേക്കൻസി, റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ആൻ ഓഡിറ്റർ. Casual vacancy by any reason other than resignation by the auditor, the board of directors has the power to appoint the auditor within 30 days. റെസിഗ്നേഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു കാഷ്വൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വേക്കൻസി വന്ന് 30 ഡേയ്സിനുള്ളിൽ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേറെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഒരു ഓഡിറ്റർ റിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റെസിഗ്നേഷൻ ഫയൽ ചെയ്തതിന് 3 monthsനുള്ളിൽ തന്നെ ബോർഡിന് വേറൊരു ആളെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഓഡിറ്ററായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് ബോർഡിന് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, ഇഫ് ദ ഓഡിറ്റർ റിസൈൻസ് ബിഫോർ ഹിസ് ടൈം ഹി നീഡ്സ് ടു ഫയൽ എ സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ 30 days ഓഫ് റെസിഗ്നേഷൻ വിത്ത് ദി രജിസ്ട്രാർ. ഇൻ കേസ് അയാളുടെ ടേം ഓഫ് ഓഫീസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ റിസൈൻ ചെയ്ത് 13 ഡേയ്സിനുള്ളിൽ തന്നെ രജിസ്ട്രാറിന് റിസിഗ്നേഷൻ്റെ കാര്യം അറിയിച്ച് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് മുതൽ 50,000 റുപ്പീസോ അല്ലെങ്കിൽ അയാളുടെ ഒരു 1 month സാലറിയോ ഇതിനകത്ത് ഏതാണോ ഏതാണോ കുറവ് അത്ര രൂപ ഫൈൻ ഉണ്ടാവും. അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ ദിവസം 500 റുപ്പീസ് വെച്ച് അപ് ടു 5 lakh റുപ്പീസ് വരെ ഫൈൻ വരും. An auditor may be removed before the expiry of the term by passing a special resolution after obtaining prior approval of the central government and giving the auditor reasonable opportunity of being heard. ഒരു ഓഡിറ്ററിന് അവരുടെ ടേം ഓഫ് ഓഫീസിന് മുമ്പ് വേണമെങ്കിൽ കമ്പനിക്ക് തന്നെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി അവരെ പിരിച്ചുവിടാവുന്നതാണ്. പക്ഷെ അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഓഡിറ്ററിനെ നമുക്ക് റിസൈൻ ചെയ്യാൻ റിമൂവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതേമാതിരി ഓഡിറ്ററുടെ ഭാഗം കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അയാൾക്ക് കൊടുക്കണം. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടി വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ ജനറൽ മീറ്റിങ്ങിനകത്ത് അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടാവണം. ദെൻ റൊട്ടേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. റൊട്ടേഷൻ ഓഫ് ആൻ ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൊട്ടേഷൻ ഓഫ് ഡയറക്ടർ ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെയാണ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റർ. ഒരു കുറേ കാലത്തേക്ക് ഒരേ ഓഡിറ്ററിന് തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കമ്പനിയുടെ ഒരുപാട് ഇൻഫോർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കയ്യിലുണ്ടാവും. അവർക്കത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കമ്പൽസറി റൊട്ടേഷൻ വെക്കാനുള്ള കാരണം. ലിസ്റ്റഡ് കമ്പനീസിനും അൺലിസ്റ്റഡ് പെയ്ഡ് ക്യാപിറ്റൽ 10 crore അതിൽ കൂടുതലോ ഉള്ള അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസിനും അതേമാതിരി 20 crore അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനുമാണ് കമ്പൽസറി റൊട്ടേഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനുമാണ് കമ്പൽസറി ഓഡിറ്റർ റൊട്ടേഷൻ പറഞ്ഞിട്ടുള്ളത്. Company having public borrowings from the financial institutions, banking or public deposits of ₹50 crore or more are also covered even if their paid up capital is lower than ML+. Even if paid up capital കുറവാണെന്നുണ്ടെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റോ ബോറോയിങ്സോ 50 crore അതിൽ കൂടുതലോ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരും അവരുടെ ഓഡിറ്റേഴ്സിനെ കമ്പൽസറി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. No listed company or any company belonging to such class or class of a company as may be prescribed shall appoint or reappoint. നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ ഒരാളും പിന്നെ അപ്പോയിൻറ്റ് ചെയ്യാനോ പാടില്ല. അപ്പോയിൻറ്റ് ചെയ്യാനോ റീഅപ്പോയിൻറ്റ് ചെയ്യാനോ പാടില്ല. എങ്ങനെ? ഒരു ഓഡിറ്ററിനെ 5 consecutive years അതിൽ കൂടുതലോ ഒരേ കമ്പനിയിൽ തന്നെ ഓഡിറ്ററായിട്ട് വെക്കാനായിട്ട് പാടില്ല. ഇൻ കേസ് ഓഡിറ്റ് ഫേം ആണെന്നുണ്ടെങ്കിൽ 2 terms, അതായത് 5 consecutive yearsൻ്റെ 2 terms സെയിം കമ്പനിയിൽ വെക്കാനായിട്ട് പാടില്ല. അതായത് ടോട്ടൽ 10 consecutive years വരും. അങ്ങനെ സെയിം കമ്പനിയിൽ ഒപ്പം തന്നെ സെയിം കമ്പനിയിൽ പിന്നെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓഡിറ്റ് ഫേം ആണെങ്കിൽ 2 terms of 5 consecutive years. ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 term of 5 consecutive years ആണ്. Then a company may resolve to appoint more than one auditor or audit its accounts. In such a case, the company may follow the rotation of auditors in such a manner that both or all of the joint auditor do not complete their term in same year. In case ഓരോ ഓഡിറ്ററിനെക്കാട്ടും കൂടുതൽ ഓഡിറ്റേഴ്സ് ഉണ്ട് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കമ്പനി ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓഡിറ്റേഴ്സും ഒറ്റ സമയത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടയർ ആവുന്ന രീതിയിലാകരുത് റൊട്ടേഷൻ വെക്കേണ്ടത്. അതല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരേ സമയം എല്ലാ ജോയിൻ്റ് ഓഡിറ്റേഴ്സും കൂടെ റിമൂവ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ റിട്ടയർ ആവുന്ന രീതിയിലോ പോളിസി വെക്കാനായിട്ട് പാടില്ല.
Completed the prescribed tenure of 5 or 10 consecutive years respectively shall have a cooling off period of 5 years during which it shall not be eligible for appointment as auditor as the same company. ഇപ്പോൾ നേരത്തെ നമ്മൾ 5 year ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് പറഞ്ഞു, ഓഡിറ്റ് ഫേം ആണെന്നുണ്ടെങ്കിൽ 10 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് പറഞ്ഞു. ഇങ്ങനെ 5 ഇയേഴ്സും 10 ഇയേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിൽ തന്നെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അയാൾ റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. അതിനുശേഷം 5 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ സെയിം കമ്പനിയിലോട്ട് അയാൾക്ക് ഓഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. In the case of central or state government owned companies or jointly owned by them, the Controller and Auditor General of India shall appoint a duly qualified auditor. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവർ ജോയിൻ്റ്ലി ഓൺ ചെയ്ത കമ്പനി ആണെങ്കിലോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്തത് ഓഡിറ്റേഴ്സിൻ്റെ റൈറ്റ് ആണ്. ഫസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കമ്പനിയുടെ എല്ലാ ബുക്സും അക്കൗണ്ട്സും അസസ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്ററിനുണ്ട്. അതേമാതിരി ഓഡിറ്ററിന് എന്തെങ്കിലും കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റിപ്പോർട്ട് സൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ജനറൽ മീറ്റിങ്സിന് നോട്ടീസ് കിട്ടാനുള്ള അധികാരം ഓഡിറ്റേഴ്സിനുണ്ട്. അതേമാതിരി ബ്രാഞ്ച് ഓഫീസസ് വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്ററുണ്ട്. പിന്നെ റെമ്യൂണറേഷൻ, പ്രോപ്പറായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റും ഓഡിറ്ററിനുണ്ട്. ജനറൽ മീറ്റിങ്ങിൽ ആണ് യൂഷ്വലി റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ബോർഡാണ്. ഓഡിറ്റർ കനോട്ട് റെൻഡർ സർട്ടൻ സർവീസസ് ലൈക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ്. ചില ഓഡിറ്ററിന് ചില സർവീസസ് റെൻഡർ ചെയ്യാൻ പാടില്ല. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റ്, ആക്ച്വറൽ സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ്, മാനേജ്മെൻറ്റ് സർവീസസ്, അക്കൗണ്ട് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസ്, ഇങ്ങനെ കുറച്ച് സർവീസസ് ഓഡിറ്ററിന് കൊടുക്കാനായിട്ട്, സർവീസ് റെൻഡർ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്ത് എല്ലാ എക്സാമിൻ ചെയ്തതിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുക്കും. അതാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ജനറൽ മീറ്റിങ്ങിന് മുമ്പാണ്, ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് ജനറൽ മീറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അതിനകത്ത് എല്ലാവരും ഫ്രണ്ടിലും വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് റിപ്പോർട്ടിൽ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ട്രൂ ആണ്, ഫെയർ ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എല്ലാ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും എല്ലാം ഫുൾഫില്ല് ചെയ്തിട്ടാണ്, അതെല്ലാം ഫോളോ ചെയ്തതിന് ശേഷമാണ് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയതെന്ന് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുന്നതാണ് ഒരു ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയേണ്ടത്. The auditor should report whether to the best of information and knowledge the said of accounts and financial statement are a true and fair view of the state of affairs of the end of the financial profit and loss account and cash flows of the financial year. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എല്ലാം ട്രൂ ആണ്, ഫെയർ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഓഡിറ്റർ. അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവണം. ഇനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെദർ ഹി ഹാസ് സോട്ട് ഓർ ഒബ്റ്റെയിൻഡ് ഓൾ ദി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ വിച്ച് ടു ദി ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ് ആർ നെസറി ടു ഓഡിറ്റ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അയാൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവണം. അതേമാതിരി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ, അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നോ, അത് എന്തെങ്കിലും ഇല്ലാതെ, അത് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേനും അതിനകത്ത് ജസ്റ്റ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രമല്ല, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വൗച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്നുള്ളത്, അതൊക്കെ വെച്ചിട്ടാണ് യൂഷ്വലി ഓഡിറ്റേഴ്സ് വെരിഫൈ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. Whether the report on accounts of any branch office audited under section 143 subsection 8 by a person other than company's auditor has been sent to him and how he has dealt with the same in preparing auditor's report. ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ബ്രാഞ്ച് ഓഫീസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനി അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ട് ഓഡിറ്റ്, അവിടെ വേറെ ആരെങ്കിലും വെച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും, അല്ലെങ്കിൽ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം. Whether company's balance sheet and profit and loss account deal with in the report are in the agreement with books of accounts and returns. Books of account റിട്ടേൺസും വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോപ്പർ ആണോ എന്നുള്ളത് എഗ്രി ചെയ്യുന്നുണ്ട്, അതായത് അത് രണ്ടും യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവണം. Whether the report the profit and loss account and balance sheet has complied with accounting standards. ഇത് രണ്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിട്ടാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടാവണം. The observations and comments of the auditor on financial transactions or matters which have any adverse effect on the functioning of the company.
ഓഡിറ്ററിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോയെന്നോ, അതായത് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്ററോ കമ്പനിയുടെ ഫംഗ്ഷനിങ്ങിന് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓഡിറ്ററിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ഏതെങ്കിലും ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ, അഡ്വേഴ്സ് റിമാർക്സ് റിഗാർഡിംഗ് മെയിൻ്റനൻസ് ഓഫ് ദി അക്കൗണ്ട്സ് ആൻഡ് അതർ മാറ്റർ കണക്റ്റഡ് ദെർവിത്ത്. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ റിസർവേഷനോ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന രീതി എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ. അതായത് the company has adequate internal financial controls with reference to financial statement in place and operating effectiveness of such controls. കമ്പനിയുടെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസിൻ്റെ കാര്യങ്ങൾ അത് അഡ്വക്കേറ്റ് ആണോ, അത് പ്രോപ്പറായിട്ടാണോ, അത് എഫക്റ്റീവായിട്ടാണോ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ whether the company has disclosed the impact if any of the pending litigation on its financial position in its financial statement. എന്തെങ്കിലും ലയബിലിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഇമ്പാക്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുമതി whether the company has made provisions as required under any law or accounting standard for material foreseeable losses. എന്തെങ്കിലും മുൻകൂട്ടി കണ്ട ലോസിന് നമ്മൾ ചില എമൗണ്ടൊക്കെ കണ്ടിജൻസി റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കാനും കുറേ പ്രൊവിഷൻസും കാര്യങ്ങളുണ്ട്. ലോ ആയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒറ്റയടിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവണം. അതേമാതിരി whether there has been any delay in transferring amounts required to be transferred to Investors Education Protection Fund by the company. സെക്ഷൻ 140 നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടൊക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഓഡിറ്ററാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയേണ്ടത്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടോറിയൽ ഓഡിറ്റ്, സെക്ഷൻ 204. ചില കമ്പനീസിന് സ്റ്റാറ്റ്യൂട്ടോറിയൽ ഓഡിറ്റർ മാൻഡേറ്ററി ആണ്. എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും അതേമാതിരി 50 crore അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ പബ്ലിക് കമ്പനീസും അതേമാതിരി 250 crore അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ള എല്ലാ പബ്ലിക് കമ്പനിക്കും സെക്രട്ടറിയൽ ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. കമ്പനി സെക്രട്ടറിയാണ് സെക്രട്ടറിയൽ ഓഡിറ്റ് നടത്തുന്നത്. സെക്രട്ടറി ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ വെക്കേണ്ട സാധനമാണ്. കമ്പനി സെക്രട്ടറിക്ക് എല്ലാ അസിസ്റ്റൻസും ഫെസിലിറ്റീസും കൊടുക്കേണ്ട ഉത്തരവാദിത്തം കമ്പനിയുടേതാണ്. കമ്പനി സെക്രട്ടറിക്ക് എല്ലാ ഹെൽപ്പും കമ്പനിയാണ് കൊടുക്കേണ്ടത്. ദി ബോർഡ് ഷാൽ എക്സ്പ്ലെയിൻ അബൌട്ട് എനി ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ ഓർ അതർ റിമാർക്സ് മെയ്ഡ് സെക്രട്ടറി ഇൻ പ്രാക്ടീസ് റിപ്പോർട്ട്. ബോർഡാണ് അതിൻ്റെ സെക്രട്ടറീൻ്റെ ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്രട്ടറി പ്രാക്ടീസ് റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ദി കമ്പനി ഓർ എനി ഓഫീസർ ഷാൽ ബി ഫൈൻ ₹1 lakh ₹5 lakhs ഇൻ കേസ് ഓഫ് എനി കോൺട്രവേഴ്സി. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, സെക്ഷൻ 204 പ്രകാരം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്കോ അത് ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള ഓഫീസറിനോ ₹1 lakh മുതൽ ₹5 lakh വരെ ഫൈൻ വരും. അതേമാതിരി നേരത്തെ പറഞ്ഞ കമ്പനി സെക്രട്ടറി പ്രോപ്പറായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ മാതിരി ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് യൂണിറ്റ് 19 ഓഡിറ്റ്. താങ്ക് യു.